ഇവിടെ ഒരു ഗുഹ ഉണ്ട് ഗീസ്. അധികം ആൾക്കാർക്കാർക്കും അറിയാത്ത ഒരു ഗുഹയുണ്ട്. ഇവിടെ കടുവയൊക്കെ വന്ന് വിളിച്ചിരിക്കുമെന്നാണ് പറയുന്നത് ഗീസ്. അപ്പോൾ ഇവിടെ തന്നെ കേട്ടോ അത്യാവശ്യം സൂക്ഷിച്ചൊക്കെ ഇറങ്ങുക. ഇതുവഴി കയറി ഇതോ അവിടെ പോണം. ഇതില് വഴി കൊള്ളൂലല്ലേ? ഈ വഴിയൊക്കെ പോകാല്ലേ? വണ്ടേ കട ജീവികളൊക്കെ ഉണ്ട്. ഗുഹയുണ്ട് കേട്ടോ. ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് രാവിലെ ഏകദേശം 6 മണിയായി ഗൈസ്. അപ്പോൾ ഞാൻ ഇന്നൊരു സൺറൈസ് കാണാനായിട്ട് വന്നതാണ്. സൺറൈസ് കാണാനായിട്ട് വന്നപ്പോഴത്തേക്കും സൂര്യനൊന്നും കാണാനില്ല ഗൈസ്. ഇതുവരെ സൂര്യൻ വന്നിട്ടില്ല. കുറച്ച് നേരം ഞാൻ ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി എന്തായാലും സൂര്യണ്ണൻ ആ സൈഡിൽ നിന്നാണ് വരുന്നതായിട്ടാണ് ഞാൻ കണ്ടത്, മനസ്സിലാക്കിയത്. ആ സൈഡിൽ കുറച്ച് നേരം ഞാൻ ഇരുന്നു. ഇവിടെ എത്തിയ കുറച്ച് കാഴ്ചകളുണ്ട് ഗേസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ അത് കണ്ടിട്ട് വരുമ്പോഴത്തേക്കും സൂര്യൻ വരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ ഗേസ്, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സൺറൈസും സൺസെറ്റൊക്കെ കാണണം. കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും സൂര്യൻ ഉദിക്കുന്നുണ്ട്, അസ്തമിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഗേസ്. ഞാൻ സൺസെറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിയായിട്ട് തന്നെ കാണാൻ പറ്റും. പക്ഷേ സൺറൈസ് ഞാൻ കണ്ടിട്ട് കുറേ നാളായി. കാര്യം നമുക്ക് സൺസെറ്റ് വൈകിട്ടാണെങ്കിലും കാണാം. കാര്യം നമ്മൾ വൈകുന്നേരമൊക്കെ എപ്പോഴും നമ്മൾ ഉണർന്നിരിക്കുന്ന സമയമല്ലേ. അതുപോലെ അല്ല രാവിലെ കാണണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടണം. ഞാൻ ഏകദേശം 4:30 ഉറക്കം എണീറ്റാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 6 മണിയായി. എനിക്ക് തോന്നുന്നു ഏകദേശം വരാറായെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഞാനിവിടെ എത്തിയ കുറച്ച് കാഴ്ചകളുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് വരുമ്പോഴത്തേക്കും സൂര്യൻ വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ സത്യം പറഞ്ഞ അറ്റ്മോസ്ഫിയർ അടിപൊളി കേട്ടോ. ഇവിടെ വേറെ ആരുമില്ല ഗീസ്. ഞാൻ മാത്രമേ ഉള്ളൂ, എൻ്റെ വണ്ടി മാത്രമേ അവിടെ ഇരിപ്പുള്ളൂ ഗീസ്. നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്നൊക്കെ വരുവാണെങ്കിൽ 32 കിലോമീറ്ററാണ് നമുക്ക് നമ്മുടെ കടലാണി പാറയിലോട്ടുള്ളത്. അപ്പോൾ എന്തായാലും അടിപൊളി പ്ലേസ് ആണ് ഗീസ്. ഇനി മേലോട്ടൊക്കെ കാഴ്ചകൾ കിടക്കുന്നേ ഉള്ളൂ ഗീസ്. ഈ ഒരു പാറ കണ്ട ഭയങ്കര അട്രാക്റ്റീവാണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്നത് ഈ ഒരു പാറയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ വൈകിട്ട് സൺസെറ്റ് ആണെങ്കിൽ നമുക്ക് ആ സൈഡ് കാണാൻ പറ്റും. പക്ഷേ ഈ സൈഡ് ഫുള്ള് മരങ്ങളും കാര്യങ്ങളുമാണ്. ഞാൻ മേളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അവിടെ കാണാൻ പറ്റിയിട്ടിരുന്നില്ല. അവിടെ നിന്നാൽ കാണാൻ പറ്റത്തില്ല, കാര്യം മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് വീഡിയോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് വാ, അപ്പോഴത്തേക്കും സൂര്യൻ വരും. നമ്മളിപ്പം കടലുകാണിപ്പാറയിലെത്തിയിട്ടുണ്ട്. ആരുമില്ല ഗീസ്, ഇവിടെ ആരുമില്ല, ഞാൻ മാത്രം. ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്, കുഴപ്പമില്ല ഗീസ്. ഞാനിവിടെ വന്നിരുന്നത് ഇതുവരെ വീഡിയോ ഒന്നും എടുക്കാനുള്ള സെറ്റപ്പൊന്നും ആയില്ല. കുറച്ചുകൂടെ വെട്ടം വേണം മാത്രമേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടെ നമ്മുടെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത്, അതായത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ പകുതി എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സൈഡിലാണ് കേട്ടോ സൂര്യ ഉദിക്കാൻ, അതാണ് ഈസ്റ്റ്. പക്ഷേ ഇവിടെ നിന്നാൽ നമുക്ക് ഈ പാറയുടെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്കത് മിസ്സാവും. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ കുറേ ദൂരം മേലെ കയറി വന്ന് ഇനി നമുക്ക് എന്തായാലും താഴെ പോയി നിന്നിട്ട് അത് കാണാൻ പറ്റുന്ന ഏതെങ്കിലും സൈഡ് ഉണ്ടാകുന്ന നോക്കിയിട്ട് വരാം ഗീസ്. ഇത്രയും നാൾ ഞാൻ ഇവിടെ കിടന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവരെ ഇവിടെ നിന്ന് സൺറൈസ് കണ്ടിട്ടില്ല. അത് നമ്മൾ പലരും കണ്ടു കാണത്തില്ല. കാര്യം ആ സമയത്തല്ലേ നമ്മൾ കിടന്ന് ഉറങ്ങുന്ന ഗീസ്. ഇപ്പം നോക്കിയേ, ഇപ്പം കുറച്ച് വെട്ടമൊക്കെ വെട്ടം വന്നപ്പോഴത്തേക്കും എന്ത് ഭംഗി നോക്ക്. ഓ ഈ സുരക്ഷയില്ല കേട്ടാ, മഞ്ഞൊന്നുമില്ല, എന്നാലും ഒരു രക്ഷയില്ലാത്ത അടിപൊളി അന്തരീക്ഷം. ഈ പാറയെ കണ്ട ഇപ്പോൾ വീടൊന്നും പറഞ്ഞേക്കാൻ ഇരിക്കുന്നത് അതിൻ്റെ ആകൃതിയാണ് ഗീസ്. എന്തായാലും ഗീസ് നമുക്ക് നമ്മുടെ സണ്ണെണ്ണൻ സൂര്യണ്ണൻ വരണമെന്ന് നോക്കി നിൽക്കുക. ഇത്രയും ഭാഗ്യമില്ലാത്തവൻ വേറെ എവിടെയെങ്കിലും കാണുമോ ഗേസ്? സത്യം പറഞ്ഞാൽ അതാ ഫുള്ള് ഇപ്പം മേഘം മൊത്തം ഇരുണ്ട് കിടക്കുവാണ്. എനിക്ക് തോന്നുന്നു മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന്. സോ സൂര്യനെയൊന്നും കാണാനില്ല ഗേസ്. ഇപ്പം എവിടെ പോയി ഒളിച്ചേക്കണമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. സമയം 6:30 ആയി ഗേസ്. സൂര്യനെ കാണാൻ പറ്റില്ല ഗേസ്. ഇനി ഉച്ചയ്ക്ക് വല്ല സൂര്യനൊക്കെ അടിച്ചില്ല ഗേസ്. സത്യം പറഞ്ഞാൽ സൺറൈസ് അടിപൊളിയാണ് കേട്ടോ.
നിങ്ങൾ എപ്പോഴെങ്കിലും മസ്റ്റ് കാണണം ഗീസ്. ഇവിടുത്തെ സൺസെറ്റിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ ഇവിടെ കാണിച്ചു തരാം ഗീസ്. ഇതാണ് ഇവിടുത്തെ സൺസെറ്റ്. കാര്യം അടിപൊളിയായിരിക്കും. ഇപ്പോൾ ഈ സമയങ്ങളിൽ ചെറിയ മഴക്കോളുള്ള ഗീസ് നോക്കി മേഘം മൊത്തം ഇരുണ്ട് കിടക്കുവാണ്. നിങ്ങൾ ആ ഒരു ടൈം ലാപ്സ് കണ്ടപ്പോൾ അറിയാം മേഘങ്ങൾ പറ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൂര്യനെ കാണാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല, നമ്മൾ ഇതുകൊണ്ട് തളരരുത് ഗീസ്. നമുക്ക് എന്നും എല്ലായ്പ്പോഴും നമ്മൾ വിചാരിക്കുന്ന എല്ലാം കിട്ടണമെന്നില്ല. പക്ഷെ നമ്മൾ തളരരുത് ഗീസ്. മുന്നോട്ട് തന്നെ പോവുക. നമ്മൾ സൺറൈസ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ സൺസെറ്റ് പിടിക്കും. സൺസെറ്റ് ഞാൻ എടുത്തിരിക്കും, 100% ഞാൻ സൺസെറ്റ് എടുത്തിരിക്കും, കിട്ടിയിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ സൺസെറ്റ് എടുത്തൊരു വീഡിയോ മാത്രമേ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യത്തുള്ളൂ, എത്ര ദിവസം കാത്തിരുന്നിട്ടായാലും. ഗീസ് എന്തായാലും സൺറൈസ് പോയെന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കില്ല. ഇവിടെ ഉള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാക്കി കാഴ്ചകളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗീസ്. ഇതുവഴിയാണ് കയറി വരുന്നത് കേട്ടോ. ആ ഒരു സ്ഥലം ഉണ്ടല്ലോ ഗീസ്, അവിടെ കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം. ഇത് 2018 ഫോട്ടോസാണ്. 2018 നമ്മളെല്ലാവരും കൂടെയൊക്കെ കൂടുതൽ സമയം നമ്മൾ വന്നിരിക്കുന്നത് വെറുതെ എല്ലാവരും കൂടെ ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ട് നമ്മൾ ഓരോരുത്തർ വിളിക്കും. പിന്നെ ഗീസ് ഈ സ്ഥലം ഉണ്ടല്ലോ ഞാൻ +2 പഠിക്കുന്ന സമയത്ത് എനിക്ക് വണ്ടി ഭയങ്കര ഇഷ്ടമായിരുന്നു, ബൈക്ക്. നമ്മുടെ ഒരു കൂട്ടുകാരൻ RX 135 കൊണ്ടുവന്നിട്ടുണ്ട്. മുമ്പ് ഇവിടെ ഇങ്ങനെ ഇടിച്ചിട്ടില്ലായിരുന്നു, ഇത് ഇപ്പോഴാണ് ഇവിടെ ഇടിച്ചത്. ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ അങ്ങോട്ട് അവിടെ നിന്ന് ഞാൻ ഒരു RX ഓടിച്ചുകൊണ്ട് വരുന്നത്. പിന്നെ +2 പഠിക്കുന്ന സമയത്ത് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ഒരു വീഡിയോ ഉണ്ട്, നിങ്ങൾ കണ്ടു നോക്ക്. അതുപോലെ തന്നെ ആ ഒരു സ്റ്റെപ്പില്ലേ ഗീസ്, ആ ഒരു സ്റ്റെപ്പിലെ ഫോട്ടോ ഉണ്ടോ? ഈ ഫോട്ടോ ആ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എടുത്തതാണ് ഗീസ്. അതുപോലെ ഒരുപാട് ഓർമ്മകളുണ്ട് ഗീസ്. നമ്മൾ കയറി വരുന്ന വഴിക്ക് ഇവിടെ ജസ്റ്റ് കൈവരിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഗീസ്. ഞാൻ ഈ ട്രാവൽ വ്ളോഗ് ചെയ്യാം അല്ലെങ്കിൽ ഈ ട്രാവൽ ചെയ്യാമെന്ന് ആലോചിക്കുന്ന സമയത്തൊന്നും എനിക്ക് അത്ര കോൺഫിഡൻസ് എന്നിലില്ലായിരുന്നു. പക്ഷേ ഞാൻ കുറച്ച് ദിവസമാണെങ്കിൽ കൂടി ഞാൻ നാട്ടിലെ ക്ലിപ്പ് എടുക്കാനായിട്ട് പോയപ്പോൾ ഞാൻ ഇന്ന് രാവിലെ 4:30 2 മണിക്ക് കിടന്നിട്ട് 4:30 എണീറ്റ് വരണമെന്നുണ്ടെങ്കിൽ ഇത് എന്നെ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഈ പ്രകൃതി അല്ലെങ്കിൽ ഈ കാഴ്ചകളൊക്കെ എന്നെ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക. സോ അത് നിങ്ങൾ എക്സ്പീരിയൻസ് ഇത് തന്നെ അറിയണം. കൂടെ ആരുമില്ല അല്ലെങ്കിൽ കൂട്ടുവരാൻ ഫ്രണ്ട്സ് ഇല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ പോകരുത്. സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്കുള്ള വൈബ് ഉണ്ടല്ലോ അത് വേറെ ലെവലാണ് ഗീസ്. ഒറ്റയ്ക്കുള്ള വൈബ് അത് വേറെ ലെവലാണ്. ഫ്രണ്ട്സായിട്ട് പോകുന്നത് അത് വേറെ ലെവൽ വൈബാണ്. അത് മാത്രമല്ല ഈ സോളോ ആയിട്ട് പോകുന്നതിന് ഒരു വൈബുണ്ട് ഗീസ്. അത് പോയാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. സത്യം പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ വന്നിരുന്നിട്ട് ഏകദേശം 4:30 5:30 6:30 2.5 മണിക്കൂറായി ഗീസ്. 2.5 മണിക്കൂർ ഒറ്റയ്ക്ക് ഇരിക്കുമായിരുന്നു. ഇടയ്ക്കൊരു അമ്മൂമ്മ ഇതിൽ നടന്നു പോയപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. അതൊക്കെ വേറെ കാര്യം, അതൊക്കെ ഇതിലുള്ളതാണ് ഗീസ്. അപ്പോൾ കയറി വരുമ്പോഴായിട്ട് നമുക്കിവിടെ ഒരു പാറ കാണാം. ഈ ഒരു പാറയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. കയറി വരുമ്പോൾ തന്നെ കാണുന്നതും. നമ്മളൊക്കെ പണ്ട് മഴ പെയ്യുന്ന സമയത്ത് അടിയിൽ കയറിയിരിക്കുമായിരുന്നു. ഇപ്പോഴും അതിൻ്റെ അടിയിൽ കയറിയിരുന്ന മഴ നനയത്തില്ല. ഇനി നമുക്ക് എന്തായാലും മേളിലോട്ട് കയറിപ്പോവാം. എന്നാലും എൻ്റെ സൂര്യ നീ എന്നെ ചതിച്ചല്ലോ ഗീസ്. ഇതാണ് കയറി പോകുന്ന വഴി കേട്ടോ. ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു സ്റ്റെപ്പുകളാണ്. പിന്നെ ഇവിടെ പേരിന് എന്തിനോ വേണ്ടിയിട്ട് കുറച്ച് സ്ട്രീറ്റ് ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. കത്തൂല കേട്ടാ, ഒന്നും കത്തുമെന്ന് തോന്നുന്നില്ല. ഇതിനകത്ത് വേട്ടാവളിയും കൂട് വെച്ചിട്ടുണ്ട്. ഇതേ ഒരെണ്ണം എന്താ അവിടെ താഴെ നിന്ന് കിടപ്പുണ്ട്. ഏതോ ഒരു കിളി ചിലയ്ക്കുന്നു. ഈ താഴേക്ക് പോയ അമ്പലത്തിലോട്ടുള്ള വഴിയാണ്. അത് നമുക്ക് ഇങ്ങോട്ട് പോകാം. നമ്മൾ നേരത്തെ കണ്ടില്ലേ ഒരു പാറ, ആ പാറയുടെ മുകൾ വശമാണ് കേട്ടോ ഇത്. ഗൈസ് ഇതാണ് ഈ പാറയുടെ മുകൾ വശം. ഇതാണ് മറ്റേ പാറ, ആ പൊങ്ങി നിന്നില്ലേ ആ പാറ. അതിന് തൊട്ട് മേളിലുള്ള പാറയാണ് ഇത്. അതൊക്കെ കണ്ട മേഘം കിടക്കണുണ്ടോ? അപ്പോൾ നമുക്കിവിടെ നേരെ അപ്പുറത്തോട്ട് പോകാം. ആരുമില്ല ഗീസ്, ഒറ്റ മനുഷ്യന്മാരില്ല, ഞാൻ മാത്രം ഗീസ്. ആ 2 പാറ കഴിഞ്ഞാൽ നേരെ ഈ ഒരു പാറയിലോട്ടാണ് വരുന്നത്. ഇതാണ് ഒരു മെയിൻ സ്പോട്ട് കേട്ടോ. മേളിൽ കയറി വന്ന അത്യാവശ്യം മെയിൻ സ്പോട്ട് ഇതാണ്, ഈ ഒരു പാറ. ഇവിടേക്കാണ് ആൾക്കാർ സാധാരണ കൂടുതലായിട്ട് ഇരിക്കാറ്. ഇവിടെ കുറച്ച് കുപ്പിയും കാര്യങ്ങളൊക്കെ തൂക്കിയിട്ട് മനോഹരമാക്കിയിട്ടുണ്ട് ഗീസ്. ഈ കാണുന്ന മാവുണ്ടല്ലോ, ഈ മാവിന് കുറച്ച് കഥകളുണ്ട്. അതായത് പണ്ട് നമ്മൾ സ്കൂൾ കട്ട് ചെയ്ത് വരുന്ന സമയത്ത് മാങ്ങയുടെ സീസണായിരിക്കും. ആ ഒരു സമയത്ത് നമ്മൾ മാങ്ങ ഈ മരത്തിൽ കയറി പറിച്ച് അല്ലെങ്കിൽ എറിഞ്ഞിട്ട് പറിച്ചിട്ട് നമ്മൾ താഴത്തെ അമ്മേരെ വീട്ടിൽ നിന്ന് ഉപ്പും മുളക് പൊടിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ ഇരുന്ന് തിന്നിട്ടുണ്ട്. ഈ ചെറിയൊരു റീലിൻ്റെ ഭാഗം ഞാൻ ഇവിടെ കാണിക്കാം, നിങ്ങൾ കണ്ടു നോക്ക്. ഈ അങ്ങനെയൊക്കെ ആയിരുന്നു, അടിപൊളി ലൈഫായിരുന്നു +1 +2 ഒക്കെ. എനിക്ക് അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റിയ ഒരു സമയമല്ല അത്.
സ്ഥലത്തിൻ്റെ പേര് കടലാണിപ്പാറ എന്നായതുകൊണ്ട് തന്നെ എല്ലാവരും ചോദിക്കുന്നതും വരുന്നവരും പോകുന്നവരും എല്ലാവരും ചോദിക്കുന്നതും ഇവിടെ നിന്നാൽ കടല കാണാൻ പറ്റുമെന്നാണ്. അപ്പം ഞാനൊരു ആൻസർ പറഞ്ഞുതരാം ഗീസ്. നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റുണ്ട്. പക്ഷേ ഞാനൊരു ജസ്റ്റ് ഒരു വീഡിയോയിൽ കണ്ടതാണ്. അതായത് നമുക്ക് ദൂരെയൊക്കെ സൂം ചെയ്ത് നോക്കാൻ പറ്റിയ ലെൻസ് ഗീസ്, ആ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ആ കടൽ കാണാമെന്നാണ് പറയുന്നത്. അതായത് ഏകദേശം അങ്ങ് ദൂരെയായിട്ട് 1-2 വരകളുണ്ട് ഗീസ്. ആ മലകൾക്ക് അപ്പുറമായിട്ട് ചെറുതായിട്ടൊരു ലൈൻ പോലെ കാണാം, അത് കടലാണെന്നാണ് പറയുന്നത്. പിന്നെ ബൈനാക്കുലർ നമ്മൾ ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫിഷിംഗ് ബോട്ട്, ചെറിയ വള്ളങ്ങൾ, വലിയ ഷിപ്പ്, കണ്ടെയ്നർ നിറച്ച് പോകുന്ന ഷിപ്പ്, ഇതെല്ലാം നമുക്ക് ബൈനാക്കുലർ കൂടെ നോക്കി കഴിഞ്ഞാൽ നല്ല വ്യക്തമായിട്ട് നല്ല രീതിക്ക് കാണാം. ഇത് പലരും തർക്കിക്കുക അല്ലെങ്കിൽ ഇത് അങ്ങനെ അല്ലെന്ന് പറഞ്ഞ് തള്ളി പറയും. പക്ഷെ അത് വെച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കയ്യിൽ അതില്ല. നമ്മുടെ കയ്യിൽ ആകെ ഉള്ള ഫോണാണ്. അല്ലെന്നുണ്ടെങ്കിൽ S24 Ultra അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വരുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന്. ആ ഒരു വീഡിയോയിൽ ഞാൻ അങ്ങനെ കണ്ടായിരുന്നു. ഇതങ്ങനെ ആ പാറയിൽ നമ്മൾ നേരെ അടുത്ത പാറയിൽ വന്നിട്ടുണ്ട്. ഏകദേശം 5-6 പാറകൾ ഇതുപോലെ ഉണ്ട്. പിന്നെ ഇവിടെ എവിടെയോ ഒരു ഗുഹ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ അടിപൊളിയാണ് കേട്ടോ. ഞാൻ ആദ്യം ഇവിടെയാണ് വന്ന് നോക്കിയത്. നിങ്ങൾ വീഡിയോ കണ്ടുകാണും. ഇവിടെ വന്ന് നിന്നപ്പോഴത്തേക്ക് സൺറൈസ് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. കാര്യം ആ സൈഡാണ് സൂര്യൻ ഉദിക്കുന്നത്. നല്ല കാറ്റുണ്ട് ഗീസ്, ഒരു രക്ഷയില്ലാത്ത കാറ്റ്. രാവിലെയാണ് ഗീസ്, 6:30-7 മണിയായതേ ഉള്ളൂ. ഗീസ് അങ്ങ് താഴ്ന്ന മയില് പോണ് ഗീസ്. അതോ മയിൽ നിൽക്കുന്നുണ്ടോ? മയിൽ ഇത് ആ റോഡിൽ മയിൽ. ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്താ ഗീസ്, ഇതുപോലുള്ള കാഴ്ചകളുണ്ടല്ലോ, അത് കാണാം. പിന്നെ ഈ ലൈൻ പോയേക്കുന്നില്ലേ, ഇപ്പം നമ്മളെ ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്താണ് കയറി വന്നത്. അതുവഴി വരുവാണെങ്കിൽ താഴെയായിട്ട് ഒരു ക്ഷേത്രമുണ്ട്, അമ്പലമുണ്ട്. ഈ അമ്പലത്തിലോട്ട് പോണ വഴിയാണത്. നമുക്ക് ആ അമ്പലത്തിൻ്റെ അതുവഴി കയറി ഇതുവഴി ഇങ്ങനെ വരാനും പറ്റും. കണ്ട ഈ ചെറുതാണെങ്കിലും നിങ്ങൾ ആദ്യമായിട്ടൊക്കെ വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ഇവിടെ നിന്ന് കിട്ടും. ഈ വേറൊരു മയില് വീണ്ടും അവിടെ തന്നെ ഇതോ ആദ്യം ഉള്ളത് പോയി, അതിൻ്റെ പുറകിൽ നിന്ന് വരുന്നതാണ് കേട്ടോ അത്. ഗീസ് ഈ ഒരു പാറയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ കറങ്ങി, നമുക്ക് നടക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് അടിയിൽ കൂടെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ കറങ്ങി അതുവഴി കറങ്ങിയിട്ട് വീണ്ടും നമുക്ക് അവിടെ തന്നെ വരാൻ പറ്റും. അപ്പം ഒരു ദിവസം ഈവനിങ് ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കുറച്ച് നേരം ഒന്ന് നടന്ന് ഒന്ന് കാറ്റൊക്കെ കൊണ്ട് വരാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. ഈ ഒരു പാറയൊക്കെ കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇപ്പോൾ തള്ളിക്കഴിഞ്ഞാൽ അങ്ങ് താഴെ പോകുന്നു. നമുക്കൊന്ന് തള്ളി നോക്കാം ഗീസ്, ഞാനൊന്ന് തള്ളി നോക്കാം. ഓക്കെ, ഈ സത്യം പറഞ്ഞതാണ്ട് ഈ പാറയായിട്ട് ഒരു ടച്ചും ഇല്ല. ആ പാറയ്ക്ക് നിങ്ങൾ നോക്കിയേ, ഇത് അതുമായിട്ട് ടച്ച് ചെയ്തിട്ട് ഇരിപ്പില്ല. ഇത് അല്ലാതെ അത് ആ സൈഡിലോട്ട് നോക്കിയേ, ഇപ്പോൾ വീഴും എന്നും പറഞ്ഞായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ ആ പാറ അങ്ങനെ വീഴത്തില്ല. കണ്ട ഇരിക്കുന്നുണ്ടോ ഒരു പാറ? കണ്ട, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു പാറ ഇരിക്കുന്ന നോക്കിയാൽ, ഒരു ഉരുളം പാറ അതെ അങ്ങനെ ഇരിക്കുന്നുണ്ടോ? കണ്ട ചിത്രക്കിളി, ഇതേ 2 കിളി അനങ്ങുന്ന സ്ഥലത്ത് നോക്കിയാൽ. ഹിന്ദു ദൈവിക വിശ്വാസപ്രകാരം നാഗത്തിൻ്റെ ഒരു കാവാണെന്ന് തോന്നുന്നു. അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് ഇതിനെ താഴോട്ട് പോയി നോക്കാം. ഈ രാവിലെ ഇതോ അണ്ണനൊക്കെ പറന്നു പോകുന്നുണ്ട്. ഇവിടെ ഒരു ഗുഹയുണ്ട് കേട്ടോ. ഈ ആ ഒരു പാറ കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഒരു ചെറിയ സ്റ്റെപ്പുണ്ട്. അപ്പോൾ ഇത് കയറിയിട്ട് നമുക്ക് ആ വലിയ പാറേനെ മണ്ടയിലോട്ട് പോകാം. ഇന്ന് ഞാൻ ഇവിടെ ഫുള്ള് നിങ്ങൾക്ക് കാണിച്ചു തരും ഗീസ്. കടലാണിപ്പാറയൊക്കെ കാണാൻ വരുന്നവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടില്ലെങ്കിലും കുറച്ച് സ്ഥലങ്ങളൊക്കെ മനസ്സിലാവും ഗീസ്. അപ്പോൾ ഇതാണ് സ്റ്റെപ്പ് കേട്ടോ. ഫുള്ള് കല്ലുകൾ കൊണ്ടാണ് കെട്ടിയേക്കുന്നത്. ഓഹോ, ആരോ വിളിക്കുന്നല്ലോ ഗീസ്. ഇവിടെ ഒരു ചെറിയൊരു ശിവനാണെന്ന് തോന്നുന്നു. ഈ ശിവൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് ഗീസ്. ഇതാണ് ഏറ്റവും ഇങ്ങറ്റത്തെ പാറ കേട്ടോ, ഏറ്റവും ഇങ്ങറ്റത്തെ പാറ ഗീസ്. ഇവിടെയൊക്കെ ശ്രദ്ധിക്കണം, വലിയ വലിയ കുഴികളാണ്. മഞ്ഞുമൽ ബോയ്സ് കണക്കെ ആയി പോവും. മഞ്ഞുമൽ ബോയ്സ് കണക്കല്ല, ഇവിടെ നിന്ന് വീണാൽ തല വലിച്ചാവും. താഴെ നല്ല വലിയ പാറയാണ് ഗീസ്. ഇതുവഴിയൊക്കെ വേണമെങ്കിൽ നടന്നങ്ങ് പോകാൻ കേട്ടോ ഗീസ്. അപ്പോൾ ഇതാണ് ഏറ്റവും ടോപ്പ് കേട്ടോ. ഇതിനപ്പുറത്ത് ആ ഒരു മലയും കൂടെ ഉള്ളൂ, ഈ ഒരു പാറയും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇനി വേറെ പാറകളൊന്നുമില്ല. അപ്പോൾ ഇതാണ് കടലാണിപ്പാറയുടെ എൻഡ് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം ഗീസ്. ഈ ഒരു സാധനത്തിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെയിട്ട് കമൻറ്റ് ചെയ്യുക. ആ ഇരിക്കുന്ന സാധനത്തിൻ്റെ അതിൽ നിന്ന് പാട്ട് കേൾക്കും. അതിൻ്റെ പേരറിയാമെങ്കിൽ
നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ സപ്പം നമുക്കിനി എന്തായാലും നമ്മൾ വന്ന സ്ഥലത്തോട്ട് പോവാം. ഈ സപ്പം നമ്മൾ ഇവിടുന്ന് ഇതുവഴിയാണ് വന്നത് കേട്ടോ. നമുക്ക് ഇതുവഴി പോവാം. ഇതുവഴി പോയി കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്ത് പാറയിലോട്ട് കയറിയ സ്ഥലത്തോട്ട് പോകാൻ പറ്റും. താഴോട്ട് പോയി കഴിഞ്ഞാൽ അമ്പലത്തിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതുവഴി ഇറങ്ങിപ്പോവാം. ഈ അവിടെയാണ് ക്ഷേത്രം കേട്ടോ. യെസ്, അപ്പോൾ ഇതുവഴി പോവുകയാണെങ്കിൽ നമുക്ക് ഈ മലയുടെ സൈഡ് പിടിച്ചങ്ങ് പോവാം. ഇതുവഴിയാണ് നമ്മൾ കയറി പോകുന്നത്. കൊള്ളാം കേട്ടോ. യെസ്, നമ്മൾ നേരത്തെ കയറിപ്പോയത് ഇതുവഴിയാണ് കേട്ടോ. നമുക്ക് ഇതുവഴി വേണമെങ്കിൽ ആ പാറയുടെ മേളിൽ പോവാം, ഇതുവഴി വേണമെങ്കിലും പോവാം. എന്താ ഒരു അമ്മൂമ്മ നടന്നു വരുന്നുണ്ട്. യെസ്, ഞാൻ നേരത്തെ കണ്ടാണ് പേടിച്ചത്. ഞാൻ ഇവിടെ 4:30 ഇരിക്കുകയാണ് ഗീസ്. 4:30 5 മണി സമയത്ത് ഇരുന്ന് വെട്ടം വീണില്ല. വെട്ടം വീഴാത്ത സമയത്ത് നോക്കിയപ്പോൾ ഈ അമ്മൂമ്മ എന്നെ നോക്കി 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 കയറിപ്പോന്നു. എനിക്കങ്ങ് പേടിയായി. ഈ സമയം ഇപ്പോൾ 7 മണിയായിട്ടും ഞാൻ എൻ്റെ സൂര്യണ്ണനെ മാത്രം കണ്ടില്ല. അല്ല, വിഷമമുണ്ട്. കുഴപ്പമില്ല, നിൻ്റെ ഉദയം കണ്ടില്ലെങ്കിലും ഞാൻ നിൻ്റെ അസ്തമയം കണ്ടിരിക്കും. അപ്പോൾ എന്തായാലും ഇതുവഴി പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ താഴെ കൂടെ വരാമെന്ന്, കറങ്ങി വരാമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ നമുക്ക് ഇതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുവഴി വരികയും ചെയ്യാം. അപ്പം നടക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് അങ്ങനെ നടന്ന് പാറയുടെ സൈഡിൽ കൂടെ ഇപ്പം നമ്മൾ നടന്നു വന്ന വഴിയില്ല, അതുപോലെയൊക്കെ നടന്നൊക്കെ വരാൻ പറ്റും. അങ്ങനെ ഞാൻ എൻ്റെ കടലാണിപ്പാറയോട് വിട പറയുകയാണ്. സൂര്യണ്ണ എവിടെയെങ്കിലും ഒളിച്ചിരിക്കും, വൈകിട്ട് പിടിച്ചോളാം. ഈ സമയം എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ബൈ. A few moments later. ഗീസ്, അപ്പോൾ രണ്ടാമത്തെ സ്പോട്ട് എന്ന് പറയുന്നത് വെള്ളാണിക്കൽ പാറയാണ്. അപ്പം ഞാൻ അനിയൻ്റെ ബൈക്ക് എടുത്തിട്ടുണ്ട്. ഗീസ്, ഇന്ന് നമുക്ക് സൺസെറ്റ് വെള്ളാണിക്കൽ പിടിക്കാം. പോകുന്ന വഴിക്ക് എൻ്റെ ഫ്രണ്ട്സ് അവിടെ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അനിയത്തിയുടെ കല്യാണമാണെന്ന്. അപ്പോൾ എല്ലാവരും അവിടെ ഉണ്ട്, 1-2 പേരൊക്കെ അവിടെ ഉണ്ട്. പോകുന്ന വഴിക്ക് അവരെയും കണ്ട് അവരെയും കൂട്ടിക്കൊണ്ട് പോവാം. അവിടെ കുറച്ച് കഥകളും മെമ്മറീസൊക്കെ ഉണ്ട്, കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ എത്തി കാണിച്ചു തരാം. ഗീസ്, അപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ട് പോവാണ്. വെഞ്ഞാറമൂട്ടിൽ നിന്ന് കുറച്ചും കൂടെ ഉണ്ട്, അതാണ് കറക്റ്റ് ലൊക്കേഷൻ. ഗീസ്, ഞാനിപ്പോൾ കല്ലറയാണ് ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് 19 കിലോമീറ്റർ ഉണ്ട് വെള്ളാണിക്കൽ പാറയിലോട്ട്. അതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നവരാണെങ്കിലും നിങ്ങൾക്ക് അവിടെ നിന്ന് കറക്റ്റ് 19 കിലോമീറ്ററാണ് നമ്മുടെ ഈ വെള്ളാണിക്കൽ പാറയിലോട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര വെയിലായിരിക്കും, അതുകൊണ്ട് വെയിൽ താന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും സൺസെറ്റ് നിന്ന് അവിടെ പിടിക്കാം. അപ്പോൾ നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോവാം. അപ്പോൾ യൂസ് ഹെൽമെറ്റ് ഫോർ സേഫ്റ്റി. അപ്പോൾ നമുക്കിനി നേരെ അങ്ങോട്ട് പോവാം. കേസ്, ഇതാണ് താളിക്കുഴി കേട്ടോ. ഇതുവഴി പോയാലാണ് നമ്മുടെ കടലാണിപ്പാറ. നേരെ പോയി കഴിഞ്ഞാൽ കാരേറ്റിന് വെഞ്ഞാറമൂട്. അപ്പോൾ നമുക്ക് നേരെയാണ് പോകാനുള്ളത്. ഗീസ്, അങ്ങോട്ട് പോകുന്ന വഴിയാണ്. സൈഡിൽ ഞാൻ നിർത്തി. ഇനി നമുക്ക് നേരെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ചേച്ചിയുടെ അനിയത്തിയുടെ കല്യാണമാണ്. അപ്പോൾ അവിടെ കയറിയിട്ട് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. ഞാൻ എന്തായാലും അവന്മാരെ വിളിച്ച് അവിടെ ഉണ്ടാന്ന് ചോദിച്ചു നോക്കട്ടെ. ഗീസ്, അപ്പോൾ നമ്മൾ കാളിദാസൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. എത്തിയപ്പോൾ ഇതോ നമ്മളെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. എല്ലാവരും ഹായ് പറഞ്ഞേ. ഹായ് ഹായ് ഹായ്. ഗീസ്, ഇവൻ എൻ്റെ കൂടെ പഠിച്ചതാണ് അനന്തു, കാളിദാസൻ. കയറി വേണം എന്തിനാ വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട്. ഇതോ മുടിയൊക്കെ വെട്ടി വാ കേറി വാ. ഓ അങ്ങനെ ഇതാ കാളിദാസൻ ആകെ തന്നെ ആയിട്ടുണ്ട്. നിന്നെ കാത്താ നിന്ന് ഇവരെല്ലാരും. അപ്പോൾ ഇതുവരെ കുളിച്ചിട്ടില്ല. അപ്പോഴത്തേക്കും ഞാൻ അനന്തുവിൻ്റെ കൂടെ അവനെ കുളിക്കാൻ പോവാണ്. അപ്പം നമ്മളെന്നൊരു നമ്മളല്ല, ആനന്ദ് കുളിക്കും. ഈസ് അങ്ങോട്ട് പോയിട്ട് വരാം. ഈസ് അങ്ങനെ കുളിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് നമ്മുടെ ആനന്ദം എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ വെള്ളാണിക്കൽ പാറ പോയിട്ട് സൺസെറ്റ് ടോപ്പുണ്ട് അവിടെ പോയി. അതെ, എനിക്ക് സൺസെറ്റ് അതുപോലെ ഒരു നിഗൂഢത നിറഞ്ഞൊരു സംഭവം ഉണ്ട്. നമ്മൾ അവിടെ ചെന്നിട്ട് പറഞ്ഞുതരാം അല്ലേ എളിയാ? സ്കില്ല് ഓക്കെ ഗേസ്, അപ്പോൾ അങ്ങനെ അങ്ങോട്ട് വരിക ഗേസ്. അപ്പോൾ ഇതുവഴിയാണ് നമ്മുടെ വെള്ളാണിക്കലോട്ട് പോകുന്നത്. വെള്ളാണിക്കൽ പാറമുകൾ എന്നൊക്കെ പറയും അല്ലേ എളിയാ? പാറമുകൾ ക്ഷേത്രം. അതെ. ഗേസ്, അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല മാറ്റമുണ്ട് കേട്ടോ. വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. പണ്ടും ഇങ്ങനെ തന്നെ ആയിരുന്നു. ഈ സമയമൊക്കെ ആകുമ്പോൾ ആൾക്കാരുണ്ട്. ഗേസ്, സൂര്യൻ അത് സൺസെറ്റ് കിട്ടിയിട്ട് തന്നെ വിടുള്ളൂ. അതേ ഉള്ളു ഗേസ്. ഈ സൺഡേ ഇവിടെ കുറച്ച് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സ്റ്റെപ്പൊക്കെ കയറി വേണം നമുക്ക് അങ്ങോട്ട് പോയാൽ. പഴയ ഓർമ്മകൾ അയവറൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഗേസ്, ആ സൈഡിലൊരു അമ്പലമുണ്ട് കേട്ടോ. അമ്പലമുണ്ട്. വാച്ച് ടവറിൽ ഇപ്പോഴും കയറാൻ പറ്റുള്ളൂ. പുതിയ വാട്ടർ ടാങ്ക് ഒക്കെ വന്നു കേട്ടോ. അതൊന്നും ഇത് വന്നിട്ട് കുറച്ചാളേ ഉള്ളൂ അല്ലേ? അവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട് കേട്ടോ. ഓ, എന്തുമാത്രം ഇവിടെ വന്നേക്കണല്ലേ എളിയാ? ഞാൻ എത്ര തവണ ക്ലാസ് സെറ്റ് ചെയ്ത് വന്നേക്കുന്നത്. ഗീസ്, നമ്മൾ 7 പേരിൽ ഒരാൾ ഇവനും ഉണ്ട് കേട്ടോ. ഞാനന്ന് പറഞ്ഞിട്ടില്ലേ, ഒരു ബൈക്കിൽ നമ്മൾ
നിനക്ക് ഓർമ്മ ഉണ്ടാ നമ്മുടെ ശരത്തിന്റെ ബൈക്കിൽ ട്രിപ്പിൾ വെച്ച് വരുന്നത് 3-6 പേരൊക്കെ വേണ്ട 3, 6, 1, 7 പേരെയും കൊണ്ടാണ് ഗീസ് നമ്മളിവിടെ വന്നത്. ഗീസ് അവിടെയാണ് അമ്പലം കേട്ടോ. ഓ ഗീസ് ഇവിടെ മിനി വേസ്റ്റ് ബക്കറ്റ് ആണ്, ഇതെല്ലാം പറക്കില്ലാത്ത കിട്ടോ. ഗീസ് മിനി പൊന്മുടി എന്നൊക്കെ ഇതിനെ പറയും കേട്ടോ. ഇത് അതിനുള്ള ഉണ്ടോ ഇല്ലയോ നിങ്ങൾ നോക്കിയിട്ട് പറ. അവിടെ കുറച്ച് ഓർമ്മകളുണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ട് നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ആരും കാണത്തൊന്നുമില്ല. രാവിലെ തൊട്ട് ഇവിടെ വന്നിരിക്കുമല്ലേ എളിയ ഈ അതിൻ്റെ മണ്ടയിൽ ഇപ്പോൾ കയറാൻ പറ്റത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മൾ എല്ലാവരും കൂടെ വന്ന് അതിൻ്റെ മണ്ടയിൽ കയറി ഒന്ന് ഇരിക്കുമായിരുന്നു. ഗീസ് ഇവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്, അവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ഒളിഞ്ഞിരിക്കുന്ന ഒരു ഗുഹയുണ്ട്. ഗീസ് ഇതാണ് കയറിപ്പോകുന്ന വഴി കേട്ടോ. അപ്പോൾ ഇതെല്ലാം എന്താണ് മുള്ളുവേലിയൊക്കെ വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. കയറുക ഗീസ്. കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു പാറ കാണാം. ഈ പാറയിൽ നിൽക്കുന്ന 1-2 ഫോട്ടോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഗീസ്. ഈ കാണുന്നത് ഞാനാണ്, അതുപോലെ തന്നെ ഇത് നമ്മുടെ ഒരു കൂട്ടുകാരനാണ്. എല്ലാം നമ്മളെടുത്ത ഫോട്ടോയാണ്. ഇവിടെ ഒരു 4 നില കെട്ടിടമുണ്ട് ഗീസ്. അതിൻ്റെ മേളിലാണ് നമ്മൾ കയറി ഇരുന്നുകൊണ്ടിരുന്ന സ്ഥലം. ഇപ്പോൾ കയറത്തില്ല അല്ലേ? പബ്ജിയിലെ ടവർ പോലെ ഇരിപ്പുണ്ടെന്ന് പറയുന്നത്. ഓ വന്ന സമയം കൊള്ളാം കേട്ടോ അളിയ. ഉച്ചയ്ക്കൊക്കെ വന്നാൽ നല്ല വെയില. വരുവാണെങ്കിൽ രാവിലെയോ വൈകിട്ടോ വരണം. ഇതിപ്പോൾ ഫുള്ള് പൂട്ടി ലോക്കിട്ട്. ഗീസ് മുമ്പാണ് ഇതിൻ്റെ മേലിൽ കയറാം. ഇതിൻ്റെ മേലിൽ കയറിയിരിക്കുന്ന 1-2 ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഇവിടെ കയറാൻ പറ്റത്തില്ല. പ്രകൃതി വിരുദ്ധന്മാർ കാരണമാണ് ഗീസ് നമുക്ക് ഇവിടെ കയറാൻ പറ്റത്തല്ലേ എളിയ. ഇവിടെ ഫുള്ള് നോക്കിയാൽ ബിയറിൻ്റെ കുപ്പിയൊക്കെ പൊട്ടിച്ച് വരിയിട്ടേക്കുന്നതുകൊണ്ടാണ് ബാക്കിയുള്ളവർക്ക് കയറാൻ പറ്റാത്തത്. പിന്നെ സൺസെറ്റ് കാണാം. ഇനിയിപ്പോൾ സൺസെറ്റൊക്കെ കണ്ടിരുവാ ഗീസ്. നമുക്കൊരു സൺസെറ്റ് ആവാം. അതിനു മുമ്പ് ഇവിടെ ഒരു ഗുഹ ഉണ്ട് ഗീസ്. അധികം ആൾക്കാർക്കാർക്കും അറിയാത്ത ഒരു ഗുഹയുണ്ട്. ഇവിടെ കടുവയൊക്കെ വന്ന് ഒളിച്ചിരിക്കും എന്നാണ് പറയുന്നത് തന്നെ എളിയ. ചുമ്മാ ഗീസ് ഇവിടെ ഒരു ഗുഹ ഉണ്ട്. അപ്പോൾ നമുക്ക് അതുകൂടെ നോക്കിയിട്ട് പോകാം. ഗീസ് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നമുക്കൊരു സബ്സ്ക്രൈബറിനെ കിട്ടിയിട്ടുണ്ട്. പേരെന്താടാ? അമൽ. ഓക്കേടാ ശരി ഗീസ്. അപ്പോൾ നമുക്കിനി ഗുഹയിലോട്ട് പോകാം. ഗീസ് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു തവണയെങ്കിലും ഗീസ് ഇവിടെ വെഞ്ഞാറമൂട് ഈ സൈഡൊക്കെ ഉള്ളൊരു ഒരു തവണയെങ്കിലും വന്ന് നോക്കണം കേട്ടോ. ഒരു തവണ വന്ന് കാണാനുള്ള എന്തായാലും സാധനമുണ്ട് ഇവിടെ. ഗീസ് ഇവിടെ നമ്മൾ ഇനി സൺസെറ്റ് കണ്ടിട്ടായിരിക്കും പോകണം. പക്ഷേ ഫുൾ കപ്പിൾസ് ഗീസ് അല്ലേ? കപ്പിൾസിനെ നിരോധിക്കണം, ഞാൻ എപ്പോഴും പറയുന്നതല്ല ഗീസ്. അതുകൊണ്ട് ഞാനും നമ്മൾ രണ്ടും കൂടെ ഇങ്ങനെ നടക്കുവാണ്. വിഷമം പട്ടിക്ക് ഒരു കപ്പിൾ അളിയാ. സങ്കടപ്പെടുത്താതെ പോടാ പട്ടികളെ. ഗൈസ് അപ്പോൾ ആ ഒരു ഗുഹയുള്ളത് എവിടെയാണല്ലേ? 2 പേര് നിൽക്കുന്നത്. 3 പേര് ഇരിക്കുന്നത്. ഗൈസ് അതുകൊണ്ട് ഏകദേശം അവിടെ ആയിട്ട് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും അങ്ങോട്ട് പോവാം. ഇവിടെ എവിടെയും കണ്ടെയാണ്. ഇവിടെ അല്ലേടാ ചതിച്ച് പെട്ട് ചോദിക്കടോ ബ്രോ. ഇവിടെ ഒരു ഗുഹ ഉണ്ടല്ലോ, എവിടെയാണ് അറിയോ? ഈ സൈഡാണോ? താങ്ക് യു. അവിടെ തന്നെ പോടാ. അപ്പോൾ ഇവിടെ തന്നെ കേട്ടോ. ബെസ്റ്റ് ആളെയാണ് ഞാൻ വിളിച്ചോണ്ട് വന്നാ. ഇവിടെ ഫുള്ള് ബിയർ ബോട്ടിലാണ് കേട്ടോ, പൊട്ടിച്ചിട്ടേക്കുന്നത്. തിരിച്ച് പോയില്ലെങ്കിൽ പണി കിട്ടും. ഇങ്ങോട്ടാണോ? നീ നോക്ക്. ഇതാണ് അളിയ മരം. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അടിയിലാണെന്നളിയാ. ഇതിൻ്റെ അടിയിൽ തന്നെ തോന്നുന്നു. അത്യാവശ്യം സൂക്ഷിച്ചൊക്കെ ഇറങ്ങുക. തന്നെ ഫുള്ള് എടാ അതീനളിയാ, അതീനെ ആയിരിക്കും പോട്ട്. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഗുഹ കണ്ടുപിടി. ഇതല്ലേ? ഉറപ്പാണ് എനിക്കിതില്ലെന്ന്.
അപ്പുറത്ത് വേറൊരു പാറ ഉണ്ടല്ലേ, അതായിരിക്കും. ഇവിടെ ഗുഹയില്ല. അങ്ങനെ നമ്മൾ ആ ഒരു പാറയിലാണ് നിന്നത്. പക്ഷെ അവിടെ അല്ല, ഇതുവഴി കയറി ഇതോ അവിടെ പോണം. എന്നാ നീ പിടിച്ച് കളിയാ. ഇതില് വഴി കൊള്ളൂലല്ലേ? ഈ വഴിയൊക്കെ പോകാം. മണ്ടേ കട എടുക്കട്ടെ. ഗൈസ് അങ്ങനെ നമ്മൾ അവസാനം ഗുഹയ്ക്കകത്ത് എത്തിയിട്ടുണ്ട്. വാ, ഇത് വലിയ ഗുഹയല്ല കേട്ടാ, വലിയ ഗുഹയല്ല. ഇതുണ്ട് കേട്ടോ, ജീവികളൊക്കെ ഉണ്ട്. ഒരു ഗുഹയുണ്ട് കേട്ടോ. ഒരു പട്ടിയെ പൂച്ച ഉണ്ടോ, വെട്ടടിച്ചോട്ടെ. ഈ സമയം അറ്റം വരുന്നത് ഗുഹയുണ്ട്. നീ വരുന്നുണ്ടാ? എത്തിയടാ, എത്തി. കുറെ ഇതുവരെ ഞാൻ പഠിക്കാൻ വന്ന സമയത്തല്ല ഇങ്ങോട്ട് ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഒരു കൊതിയായിരുന്നു ഇത് കാണാനായിട്ട്. ഇത് ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ. നീ അവിടെ ഇരുന്നോ, കണ്ട. ഇതാണ് ഇവിടുത്തെ വ്യൂ. പക്ഷെ ഇവിടെ ഇരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺസെറ്റ് കാണണമെങ്കിൽ മേലിൽ കയറിയിരിക്കണം. ഇവിടെ കയറാൻ വാ, ഏതുവഴി കയറും? അതുവഴി കയറാം. നീ കയറിയോ? അടുത്ത ഈ അനന്തുവിൻ്റെ സാഹസികതയാണ്. നമ്മളിതൊക്കെ പണ്ടേ വിട്ടതാണല്ലേ എളിയാ? കയറ്. കുഴപ്പമില്ല, കയറി. ഈ അഡ്വഞ്ചർ സ്പിരിറ്റ് വേണം ഇതിനൊക്കെ. ഓ സെറ്റളിയാ, സെറ്റ്. അവിടെ എവിടെയെങ്കിലും ഇരിക്കാടി നമുക്ക്. ഗേസ് കുളിച്ചിട്ട് വന്ന ചെറുക്കനെ ഞാൻ തളർത്തി. ഇവിടെ ഇരുന്ന് സൺസെറ്റ് കണ്ടിട്ട് പോവാം. എവിടെയാണ്? എൻ്റെ ഒരു ലൈനാണ്. എൻ്റെ ഒരു ലൈനിൽ വർക്കല ബീച്ച് ആ സൈഡ് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അത് നമ്മളിങ്ങനെ നേരിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയിട്ട് കാര്യമില്ല. മറ്റേ സാധനം ഉണ്ടല്ലോ അളിയാ, അതിൻ്റെ പേരെന്തിരാ? മറ്റേ സ്കോപ്പ് ഉണ്ടല്ലോ, ടെലസ്കോപ്പാണ് ഈ ആ ഒരു സാധനം ഉണ്ടല്ലോ, ടെലി ലെൻസ്. ആ സാധനം വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കടലാണിപ്പാറയിലും കാണാൻ പറ്റും. അതിനും ആ സ്കോപ്പ് വെച്ച് നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ സൂര്യൻ്റെ പാട് നോക്കി പോയി. അപ്പം നമുക്കിനി എന്തായാലും മേലോട്ട് പോകും. കേസ് എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മളൊരു കൂട്ടുകാരനും കൂടെ വരുന്നുണ്ട് നമ്മുടെ കൂടെ. എല്ലാ കേസ് 7 പേരുള്ളൊരു സുഹൈലുണ്ടായിരുന്നടാ ആ സമയത്ത്. സുഹൈലില്ലായിരുന്നു തോന്നണല്ലേ? അതല്ല, കേസ് അതിലുണ്ടായിരുന്നാന്ന് നോക്കട്ടെ. കേസ് അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരനും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അവനെയും കൂടെ കാണാം. അവൻ വന്നപ്പോഴത്തേക്കും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള സമയമായി. കേസ് നമ്മൾ മാത്രമല്ലല്ലോ, ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ വരുന്നു സുഹൈൽ വരുന്നുണ്ട്. ഐസ്ക്രീം മേടിച്ചു തരാൻ വരുന്നുണ്ട്. ഇത് പേടിക്കാതടാ, പൊക്കി പിടിയടാ. ഏതാ ചാർലിയാ? ഹബീബി ഞാൻ പറയുന്നതല്ലേ, നിനക്ക് പറ്റിയ മാറ്റമൊന്നും ഇല്ലല്ലേ? ഐസ്ക്രീം ആണോ? എനിക്ക് വേണം, മേടിച്ചു. സത്യം പറയാലോ, ഒരു രക്ഷയില്ലാത്ത കാറ്റും ഒരു രക്ഷയില്ലാത്ത വൈബും. ഗേസ് ഇത്രയും നേരം കാത്തിരുന്ന് സൺസെറ്റ് കണ്ടത് സന്തോഷം. അങ്ങനെ ഐസ്ക്രീം മേടിച്ചിരുന്നു നമ്മുടെ സ്വന്തം ഇക്ക, സുഹൈലിക്ക. ഗേസ് അങ്ങനെ ഇതാ നമ്മൾ 2 ഐസ്ക്രീം മേടിച്ച് പിടിച്ചിട്ടുണ്ട്. നിനക്ക് വേണ്ടല്ലേ എളിയാ? ശേ, അതെന്തളിയാ വേണ്ടാത്ത? അപ്പോൾ നമുക്ക് ഐസ്ക്രീം ഒക്കെ കുടിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. ഇതാ അങ്ങനെ സുഹൈലിനെ നോക്കിക്കൊണ്ട് ഒരു കുട്ടൻ. കുറച്ച് കൊടുക്കാൻ പറ്റൂല? തരാം, നിനക്ക് തരും. എൻജോയ്.
ഗീസ് അങ്ങനെ നന്മ ചെയ്തു ഞാൻ. മതി ഗീസ്, വീണ്ടും നന്മ. പട്ടിക്കുന്ന കോള് തന്നെ. പൊട്ടറാ പൊടാ പൊടാ. ഗീസ് കുറച്ച് ആഹാരം മേടിച്ചെടുത്തത് അതിൻ്റെ നന്ദിയുണ്ട് അവന്. പൊട്ടറാ. ഗീസ് അങ്ങനെ നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്. പഴയ പോലെയൊന്നുമല്ല. അവിടെ ഇപ്പം എന്താണ്, ഇപ്പോൾ മുമ്പ് ഇവിടെ കടയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇവിടെ കടയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ അവിടെ ഒരു കടയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി ഒരു വെള്ളം കുടിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ ഇഷ്ടംപോലെ വണ്ടിയിലെ ആൾക്കാർ പോയി കേട്ടോ. ഇത് ഭയങ്കര വലിയ സംഭവമാണ് കേട്ടോ. ചെറുതായിട്ട് കാണരുത്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇവിടെ വെള്ളമുണ്ട് കേട്ടോ. കേസ് അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്. എങ്ങനെ ഉണ്ടായിരുന്നല്ലേ? കുറേ നാൾക്ക് ശേഷമാണ് കൊണ്ടുവന്നത്. കുറേ നാൾക്ക് ശേഷം വന്ന് സത്യം പറയാലോ ഒരു വൈബ് തിരിച്ചു കിട്ടിയ പോലെ ഇപ്പോൾ ഒരു സെറ്റായി കേസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇവിടെയൊക്കെ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി സ്ഥലമാണ്. കേസ് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം അത്യാവശ്യം ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈവനിങ് ഒക്കെ ജസ്റ്റ് വരുവാണെങ്കിൽ ഒരു അടിപൊളി വൈബാണ് അല്ലേ അളിയാ? കേസ് ഈവനിങ് മോർണിംഗ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. അല്ല, ഇവിടെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ വന്നു കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ കാക്ക വരുന്നുണ്ട്. അപ്പോൾ തൊട്ട് താഴെയാണ് കാളിയുടെ വീട്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകാം. കേസ് അപ്പോൾ ഞാൻ കല്യാണത്തിന് വന്നിട്ടുണ്ട് കളിയാ. ഞാൻ മുടിയൊക്കെ വെട്ടി ഫ്രഷ് ആയി. ഇതപ്പോൾ ഇതിൻ്റെ അനിയത്തിനെ ഒന്ന് കണ്ടിട്ട് വരാം. കേസ് അപ്പോൾ കാളിയുടെ അനിയത്തി ഇതോ അവിടെ ഇരിപ്പുണ്ട്. കേസ് അപ്പോൾ ഇതാണ്. കൺഗ്രാറ്റ്സ്ഡാ. കേസ് അപ്പോൾ നമ്മുടെ കല്യാണത്തിന് കുറച്ച് നമ്മുടെ സബ്സ്ക്രൈബറാണോ നിങ്ങളെല്ലാവരും? അതെ, ഓക്കേടാ, പോട്ടെ. ഗീസ് അപ്പോൾ നമ്മളിന്ന് 2 സ്ഥലത്താണ് പോയത്. ഒന്ന് കടലാണിപ്പാറ, അതുപോലെ തന്നെ ഒന്ന് വെള്ളാണിപ്പാറ അല്ലെങ്കിൽ പാറമുകൾ അങ്ങനെയൊക്കെ പറയും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടിൽ ഏത് സ്ഥലമാണ് ഇഷ്ടപ്പെട്ടതെന്ന് താഴെയിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഗീസ് നിങ്ങൾ ഈ സൂര്യൻ ഡെയിലി ഉദിക്കുന്നു അസ്തമിക്കുന്നു. പക്ഷേ ഒരു തവണയെങ്കിലും നമ്മൾ ഇത് രണ്ടും കണ്ടിരിക്കണം ഗീസ്. ഭയങ്കര വല്ലാത്തൊരു കാഴ്ചയാണ്. നിങ്ങൾക്ക് ആരെങ്കിലും ഗിഫ്റ്റ് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഇതുവരെയായിട്ട് ഗിഫ്റ്റ് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രകൃതി ഒരുപാട് ഗിഫ്റ്റുകൾ ഓരോ സ്ഥലത്തായിട്ട് വെച്ചിട്ടുണ്ട് ഇതുപോലെ. അപ്പോൾ നിങ്ങൾ അതൊക്കെ പോയി കണ്ട് ആ ഗിഫ്റ്റുകൾ ഏറ്റെടുക്കുക. അതൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഭയങ്കര ത്രില്ലാണ് ഗീസ്. എനിക്കിനി ഓരോ സ്ഥലങ്ങൾ കാണാനിപ്പോൾ ആഗ്രഹമാണ്. ഭയങ്കരമായിട്ട് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഗീസ് നമുക്ക് അടുത്തൊരു കിടുക്കാച്ച് വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്ഥലമാണ് ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക ഗീസ്. പിന്നെ ഒരു കാര്യം കൂടി, ഇതുവരെ സൺസെറ്റ് അല്ലെങ്കിൽ സൺറൈസ് കാണാത്ത ആൾക്കാരാണ് എൻ്റെ ഒരു വീഡിയോ ഇൻഫ്ലുവൻസ് ചെയ്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ, നിങ്ങൾ പോയി കഴിഞ്ഞ് വന്നിട്ട് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ, അതായത് എപ്പിസോഡ് 4 ഓൾ കേരള ട്രിപ്പിൻ്റെ എപ്പിസോഡ് 4 ആണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇടയിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ കണ്ട എക്സ്പീരിയൻസ് നിങ്ങൾ താഴെയായിട്ട് കമൻറ്റ് ചെയ്യുക. അതായിരിക്കും കേസ് എൻ്റെ ഈ ഒരു വീഡിയോയുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ വീഡിയോ ഇൻഫ്ലുവൻസ് ചെയ്ത് എപ്പോഴെങ്കിലും നിങ്ങൾ കാണാൻ പോവുകയാണെങ്കിൽ അത് കണ്ടിട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ മറക്കരുത്. നിങ്ങൾ എന്തായാലും ഒരു കമൻറ്റ് ഇടുക. അതെനിക്ക് ഭയങ്കര വലിയ സന്തോഷമാവും. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ വിജയമായിരിക്കും അത്. അപ്പോൾ മറ്റൊരു കിടക്കാച്ച് വ്ളോഗുമായിട്ട് കാണുന്നവരെ ബൈ ബൈ ഗീസ്, ലവ് യു ആൾ, ടാറ്റാ.